ശ്രീ ഷിജിൻ, അൺലോഫുൾ അസംബ്ലി ഉണ്ടെങ്കിൽ, നിയമവിരുദ്ധ സംഘം ചേരലുണ്ടെങ്കിൽ പോലീസ് ആളുകളെ വിരട്ടി ഓടിക്കാറുണ്ട്. പക്ഷെ ഞാൻ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് നിങ്ങൾ നിൽക്കുന്ന സൈഡിൽ ആകെ 3 പേരും അപ്പുറത്തെ സൈഡിൽ ആകെപ്പാടെ 2 പേരുമാണ്. വളരെ കുറച്ച് ആളുകളെ ആ റോഡിൽ പോലും ഉള്ളൂ. അവിടെ ആൾക്കൂട്ടമോ സംഘർഷം പോയിട്ട് അവിടെ ആൾക്കൂട്ടം പോലുമില്ല. നിങ്ങൾ അവിടെ വാഹനം ഇറങ്ങിയ സമയത്തോ മുമ്പോട്ട് നടന്ന സമയത്തോ എപ്പോഴെങ്കിലും അവിടെ എന്തെങ്കിലും സംഘർഷം കണ്ടിരുന്നോ? സാറേ, അവിടെ ഞങ്ങൾ ചെല്ലുന്ന സമയത്തൊന്നും ഒരു സംഘർഷത്തിൻ്റെ ഒരു പ്രതീതിയൊന്നും നമുക്ക് അവിടെ തോന്നിയിട്ടില്ല. നമ്മൾ അങ്ങോട്ട് നടന്നു പോകുന്നു, നേരെ തിരിച്ചിങ്ങോട്ട് വരുന്നു. അവിടെ നിന്ന് ആ മറവിൻ്റെ ഇടയ്ക്ക് വന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കാണ് ആ വണ്ടി വന്നു പെട്ടെന്ന് വന്ന് നിർത്തി അടിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇപ്പോൾ ബാറുകാർ പറയുകയാണ് അതിന് മുമ്പ് ഒരു സംഘർഷ പരിധി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതേപോലൊരു ഫൂട്ടേജ് അവർക്ക് നമ്മളെ ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് നമ്മൾ മനസ്സിലാക്കി തരാമല്ലോ. അല്ലെങ്കിൽ ആ പോലീസുകാർക്ക് ഇപ്പോൾ അവരുടെ നിരപരാധിത്വം തെളിയിക്കാമല്ലോ. അങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് ഞങ്ങളവിടെ എത്തിപ്പെട്ടതെന്നുള്ളത്. അവരെന്തുകൊണ്ട് അതിന് മുതിരുന്നില്ല? ഇതേപോലൊരു ഫുട്ടേജ് തൊട്ട് മുമ്പോ അത് പിന്നീടോ അതിന് മുമ്പോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോയെന്ന് നമുക്കത് ഇതേപോലൊരു ഫുട്ടേജ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. എന്തുകൊണ്ടാണത് ഇവർ അതിന് തയ്യാറാകാത്തത്? ഇതിപ്പോൾ ഇങ്ങനൊരു ഫുട്ടേജ് ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളെ ഏത് വിധേനയും വളച്ചൊടിച്ചേനെ അവർ. ഈ കേസിൽ ഞങ്ങൾ കാരണം ഞങ്ങളവിടെ ബാറി വന്ന് ബഹളം ഉണ്ടാക്കിയെന്ന് വരെ പറയും. അത് രാവിലെ ഒരു 11 മണി വരെ അങ്ങനെ തന്നെ ആയിരുന്നു. കാരണം അവിടെ സംഘർഷാവസ്ഥ ഉണ്ടാക്കാനായിട്ട് വന്നതുകൊണ്ടാണ് ഞങ്ങളുടെ പേരിലേക്ക് അങ്ങ് മാറ്റാനായിട്ടാണ് ഇരുന്നത്. അതുകൊണ്ടാണ് ഫുട്ടേജ് എടുക്കണമെന്നുള്ളത് ചാനലുകാർ വന്ന് പറഞ്ഞ് അവരങ്ങനെ എടുത്തതാണ്. നമ്മൾ SP ഒക്കെ കൊടുത്ത് SP ഒക്കെ ഡയറക്റ്റ് വന്നാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. ഈ മർദ്ദനമൊക്കെ കഴിഞ്ഞതിന് ശേഷം അടിപൊട്ടുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണാം. അതിനുശേഷം പോലീസുകാർ എന്തെങ്കിലും സംസാരിക്കുമോ? നിങ്ങൾ ആരാണ്, എവിടെ പോകുന്നവരാണ്, എവിടെ നിന്ന് വന്നവരാണ്, എന്തെങ്കിലും കാര്യം പോലീസ് സംസാരിച്ചോ? അതോ വാഹനത്തിൽ കയറി അങ്ങ് പോയോ? അവരെ നിങ്ങൾ എന്തിനാ തല്ലുന്നതെന്ന് ചോദിക്കുമ്പോൾ ഓർഡറ ഇതാണ് അവരുടെ സംസാരം. പിന്നെ സിത്താരേനെയും ശ്രീജിത്തിനെയും തല്ലിയപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇവിടെ പരിപാടി? അവരുടെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ പരിപാടി? അവർക്കെന്താ പരിപാടി? ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് വരുന്ന ആൾക്കാർ നടന്നു വരുന്നു, അവർക്കെന്താ പരിപാടി എന്ന് ചോദിക്കാനുള്ള അർഹത ഇവർക്കെന്താ ഉള്ളത്? കാരണം ഇവിടെ മനുഷ്യാവകാശ ലംഘനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പൊതുനിരത്തിലൂടെ ഒരു സാധാരണപ്പെട്ട ഒരാൾക്ക് നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇവിടുത്തെ പോലീസ് ജനങ്ങൾക്ക് രക്ഷയായിട്ടിരിക്കേണ്ട പോലീസാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഭയമായി തോന്നുന്നതെന്നുള്ള അവസ്ഥയാണ് കേരളത്തിലെ ഇതേപോലുള്ള ആൾക്കാർ, ജിനുവിനെയൊക്കെ പോലുള്ള ആൾക്കാർ സർവീസിലുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കഴിഞ്ഞിട്ടിപ്പോൾ സിത്താര നിലത്ത് വീണു, തോളല് ഒക്കെ ഇടിച്ചാണ് വീണത്, പൊട്ടലുണ്ടായി. അപ്പോൾ തന്നെ നിങ്ങൾ വന്ന ആ ട്രാവലറിൽ തന്നെയാണോ ആശുപത്രിയിലേക്ക് പോയത്? അതോ അവിടെ പോലീസുകാർ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സഹകരിച്ചോ? അതെ, ഇല്ല, പോലീസുകാർ അത് കഴിഞ്ഞ് നേരെ ഫ്രണ്ടോട്ട് അങ്ങ് നടന്നു പോവുമായിരുന്നു. നടന്നു പോയിട്ട് തിരിച്ച് വന്നിട്ട് അവർ ജീപ്പ് എടുത്ത് അങ്ങ് പോയിട്ട് എവിടെയോ ഇട്ട് കറക്കി ഞങ്ങൾ വണ്ടിയെ കയറുന്നതിന്, കാരണം മണ്ണ് പറ്റിക്കിടന്ന് അതെല്ലാം ഞങ്ങൾ വെള്ളം ഒഴിച്ച് തുടച്ച് പിന്നെ വെള്ളമൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഭീതിയായി പോയത് കാരണം എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ നിന്നാണ്. അവിടെ തൊട്ട് അടുത്ത് നിന്ന ആൾക്കാർ ഉണ്ടായിരുന്നു, നമ്മുടെ ആ പ്രദേശവാസികളായ ആൾക്കാർ. പ്രദേശവാസികളാണ് പറഞ്ഞത്, നിങ്ങൾ അവിടെ വെറുതെ നിൽക്കുന്നത് ഞങ്ങൾ കണ്ട, നിങ്ങളിങ്ങോട്ട് നടന്നു വരുന്നത് കണ്ട, പിന്നെ എന്തിനാണ്? അവർക്ക് തന്നെ അറിയാമല്ലോ, ഇത് ഞങ്ങൾക്ക് തന്നെ അറിയാമല്ല, അവർക്കും അറിയാമല്ലോ. നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. അപ്പോൾ നിങ്ങൾ എന്തിനാണ് അടിച്ചത്? അതുകൊണ്ട് നമുക്ക് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് 2-3 ചെറുപ്പക്കാർ ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളോട് സഹകരിച്ച് അങ്ങനെയാണ് ഞങ്ങൾ വന്ന ട്രാവലറെ തന്നെയാണ് നേരെ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അപ്പോൾ ആശുപത്രി ചെന്ന് കഴിഞ്ഞിട്ടോ പോലീസ് ആരെങ്കിലും ബന്ധപ്പെടുവോ മറ്റോ ചെയ്തോ? ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ആ പോലീസ് വണ്ടി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് കണ്ട്. കാരണം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ഞാൻ അവരെ വിളിക്കുകയും ചെയ്തു. വണ്ടിക്കകത്ത് നിന്ന് ഞാൻ വിളിച്ചു, നിർത്ത് കാര്യം ഞങ്ങൾ പറഞ്ഞിട്ട് പോയാൽ മതിയടാന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഓർത്തവർ അങ്ങനെ പറയുമ്പോഴെങ്കിലും തിരിച്ചു വരുന്നില്ല. പിന്നെ ആ പരിസരത്ത് അവർ വന്നിട്ടില്ല.